സർ, ശബരിമല വിഷയം അതിപ്പോ ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ദിലീപിന്റെ കേസാണ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. ദിലീപിനെ തൂക്കിക്കൊല്ലുമോ, ഇത് തന്നെയാണ് ചോദ്യം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശബരിമല, അതിവിടെ അങ്ങനെ തന്നെ നിപ്പുണ്ട്. ഇന്നലെ ഹൈക്കോടതിയിൽ ജാമ്യം നൽകിയപ്പോൾ വാസു പറഞ്ഞ ഒരു കാര്യം സാർ ശ്രദ്ധിച്ചു കാണും. അതായത് ഈ സ്വർണം ആണ് എന്ന് എന്താണ് തെളിവ്? ഈ സ്വർണം പൊതിഞ്ഞതിന്റെ ഒരു രേഖയും ശബരിമലയിൽ ഇല്ല, ദേവസ്വം ബോർഡിലും ഇല്ല. നിങ്ങൾ എവിടെ പരിശോധിച്ചാലും സ്വർണം പൊതിഞ്ഞു എന്നുള്ളതിന്റെ രേഖയില്ല. ഇതാണ് പറയുന്നത്. അതായത് സ്വർണം പോകേണ്ടടത്ത് പോയി, എത്തേണ്ടടത്ത് എത്തി എന്നുള്ളത് കൃത്യമായി പറയാതെ പറയുന്നുണ്ട് വാസു എന്നുള്ളത്. ഈ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ഒരു കണ്ണിയായി തീരുകയാണോ വാസു? സത്യത്തിൽ ശബരിമല കേസ് അവിടെ തന്നെ നിൽക്കും, വാസു ഈസിയായി ഇറങ്ങി വരും. അതല്ലേ ഇപ്പൊ ഇന്നലെ ഏതൊക്കെ വ്യവസായികൾ പോയി മൊഴി നൽകിയിട്ടുണ്ട്, ചെന്നിത്തല പോയി മൊഴി നൽകിയിട്ടുണ്ട്. ചെന്നിത്തല തന്നെ പറയുന്നു ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ളത്. അപ്പോഴും വാസു ചോദിക്കുന്നു എല്ലാം അവിടെ നിൽക്കട്ടെ, സ്വർണം പൂശിയതിന് തെളിവ് എവിടെ? അതായത് ഈ കേസ് ഇപ്പം പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ പറഞ്ഞ പാട്ടും ഒക്കെ ആയിട്ട് അങ്ങ് തീർന്നു പോകുന്ന അവസ്ഥയാണ്. അതായത് വളരെ കൃത്യമായ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഈ കേസ് ഒരു കാലത്തും കോടതിയിൽ വന്നാൽ നിൽക്കാത്ത രീതിയിലേക്ക് ആദ്യ തൊട്ടേ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഈ ഒറ്റ മൊഴി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വേണ്ടി ജാമ്യം പലവട്ടം വിചാരണ കോടതി അല്ലെങ്കിൽ സെക്ഷൻസ് കോടതി ഒക്കെ തള്ളുമ്പോൾ ഹൈക്കോടതിയിൽ ഇന്നലെ അയാൾ കൊടുത്തിരിക്കുന്ന ജാമ്യം കിട്ടാൻ കാരണമായിട്ട് പുള്ളി കാണിച്ചിരിക്കുന്ന ഒറ്റ മൊഴി അല്ലെങ്കിൽ കാരണം മാത്രം മതി ഈ കേസ് എങ്ങും നിൽക്കത്തില്ലെന്നുള്ള കാര്യം നോക്കുന്നവർക്കും നിയമവിദഗ്ധർക്കും കോടതിയെപ്പറ്റി നിയമത്തെപ്പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവും. അതായത് ഇതിനു മുമ്പ് നടന്ന ഈ പറഞ്ഞതുപോലെ അമ്പല കൊള്ള സംഘത്തിനകത്തെ കേസുകളുടെ അതേ അവസ്ഥയിൽ ശബരിമല കേസും പോകും, 100% ഉറപ്പ്. അതാണ് ഇപ്പം ശബരിമല കേസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയില്ല. ചത്തതുപോലാണല്ലോ ശബരിമല കേസ്. പപ്പനെ വരെ കൊണ്ടു നിർത്തി അവിടെ തടച്ചേക്കുക. അതിനുശേഷം അന്വേഷണം ഒന്നുമില്ലല്ലോ. അതായത് ഈ ദേവസ്വം ബോർഡിനകത്തോ ദേവസ്വം ബോർഡിന്റെ റെക്കോർഡിനകത്തോ ശബരിമല ഒരു റെക്കോർഡിനകത്തും ഇവർ സ്വർണം പൂശുന്നതിന് വേണ്ടി അവിടുന്ന് അഴിച്ചെടുത്തത് ദ്വാരപാലക ശക്തവും അല്ലെങ്കിൽ 2 കേസുണ്ടല്ലോ, വാതിൽപ്പടിയുടെയും സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചെടുത്തെന്ന് പറയുന്ന പാളികൾ സ്വർണമാണെന്ന് രേഖപ്പെടുത്തിയത് ഒരു രേഖയുമില്ല. മനസ്സിലായോ? സ്വർണപ്പാളികൾ, അതായത് സ്വർണം പൂശിയതല്ല, സ്വർണപ്പാളിയാണ് 98. അങ്ങനെയുള്ള ആണ് വാതിൽപ്പടിയുടെ പാളിയെന്നോ ഇളക്കിയെടുത്ത ദ്വാരപാല ശില്പത്തിന്റെ പാളിയെന്നോ ഉള്ളതിന് യാതൊരു തെളിവും എവിഡൻസും ദേവസ്വം ബോർഡിന്റെ റെക്കോർഡിലും അമ്പലത്തിന്റെ റെക്കോർഡിലും ഇല്ല എന്നാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ എഴുതിയതാണ് ശരി, അത് ചെമ്പ് തകിട് തന്നെയായിരുന്നു. അപ്പൊ ചെമ്പ് തകിട് തന്നെയായിരുന്നു. പുള്ളിക്ക് എഴുതാൻ റൈറ്റ് ഉണ്ട്, പുള്ളിക്ക് അത് ബോധ്യപ്പെട്ട് എഴുതാൻ പറ്റും. പുള്ളി ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. അതിനപ്പുറം അത് വീണ്ടും ബോധ്യപ്പെടാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം അതിനകത്ത് ചെമ്പ് തകിടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വെട്ടിയിട്ട് വീണ്ടും പിത്തളയെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ കേസ് നിൽക്കും? എൻ്റെ തന്നെ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ 2017-18 കാലയളവിൽ അവിടെ പുരാവസ്തു വിൽപ്പന അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ വെക്കുന്ന പുരാവസ്തു മാഫിയ ഇതിനകത്ത് ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം SITക്ക് മൊഴി കൊടുക്കാൻ രമേശ് ചെന്നിത്തല നിന്നല്ലോ, മൊഴി കൊടുത്തല്ലോ. അതിനകത്ത് എനിക്കിതെല്ലാം ബോധ്യമായത്, കൃത്യത വന്നത് 500 കോടി രൂപയുടെ ഇടപാട് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണം കൊള്ളയിലും അല്ലെങ്കിൽ പുരാവസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണം കടൽ കടന്ന കാര്യം എനിക്കറിയാം, അതിൻ്റെ മൊഴി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് SIT മൊഴി മേടിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഇന്നലെ വ്യവസായി ഇദ്ദേഹം മൊഴി കൊടുത്തു, തെളിവ് കൊടുത്തു. ഇതെല്ലാം സാധൂകരിക്കുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ വിഷയത്തിനകത്ത് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കള്ളക്കടത്ത് നടന്ന പുരാവസ്തു കടത്ത് നടന്ന കടൽ കടന്ന 500 കോടി രൂപയുടെ കടൽ കടന്ന ഇതും അതിൻ്റെ കാര്യങ്ങളും രേഖാമൂലം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇതിനകത്ത് കോടതി ആദ്യം ചോദിച്ചതുപോലെ അതായത് അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നു. അതുകൊണ്ടാണ് ഇപ്പം വാസു പറഞ്ഞത് എവിടെ ഏതാ സ്വർണം? ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനെ രേഖപ്പെടുത്തി, അത് സ്വർണ്ണമല്ലായിരുന്നു. എവിടെ രേഖ? അത് പിച്ചളയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി കൊടുത്തത്. തീർന്നില്ലയോ? എന്തിയ രേഖ?
രേഖയാ, കോടതി തെളിവാ വേണ്ടത്. ഏത് അന്വേഷണ ഉദ്യോഗത്തിനോടാ പറയുന്നത്? രേഖ കൊണ്ടുവാ. നിങ്ങൾ എന്നെ പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്നോടുള്ള വൈരാഗ്യം വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ പേരിൽ കേസെടുത്തു, ഇത്തരത്തിൽ ചെമ്പ് മോഷണം പോയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മൊഴി കൊടുത്തു, ഒരു വ്യക്തതയില്ലാത്ത ഒരു മൊഴിയും കൊടുത്തിട്ട്, വാസു ചോദിക്കാൻ പോകുന്ന കോടതിയിൽ വ്യക്തതയില്ലാത്ത ഒരു മൊഴിയും കൊടുത്തിട്ട് ആരെങ്കിലും പറയുന്നത് കണ്ടുകൊണ്ട് എന്നെ കേസിനകത്ത് ബോപ്പി ചേർത്ത് അകത്തിട്ടു. എവിടെ നിങ്ങൾ പറയുന്നത്? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലായിട്ട്? അതിനകത്ത് എവിടെയെങ്കിലും സ്വർണ്ണമാണെന്നുണ്ടോ? ഞാൻ ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഉന്നത പദവിയിലിരുന്ന ആളല്ലേ, ജുഡീഷ്യൽ പദവിയിൽ വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്, എനിക്കറിയത്തില്ല സ്വർണ്ണമല്ലെന്ന്. ഞാൻ പിച്ചളയാന്ന് കണ്ടല്ലേ അതിനകത്ത് രേഖപ്പെടുത്തി. ഞാനത് ഉത്തരവാദിത്തപ്പെട്ടവരെ മൊത്തം ബോധ്യപ്പെടുത്തിയില്ലേ? അത് നിസ്സാരമായിട്ടുള്ള അമ്പലമാണ്. അവിടെ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ മേൽനോട്ട സമിതികളുള്ളതില്ലേ? ഇവർക്ക് ആർക്കെങ്കിലും അന്നേരം ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ ഇത് തിരുത്തിക്കൂടായിരുന്നു. ഈ രീതിയിലൊക്കെ ചോദ്യം കോടതി വൃത്തിയായിട്ടുള്ള ചോദ്യം രാമൻപിള്ളയുടെ കൂട്ടും അല്ലെങ്കിൽ വലിയ വലിയ വക്കീലന്മാർ വന്ന് ചോദിച്ചാൽ കേസ് അവിടെ തീർന്നു. മനസ്സിലാവുന്നു? വാസു ഈസി ആയിട്ട് ഇറങ്ങുന്ന ഈ വാസുവിന്റെ ഇതുവരെ ഇല്ലായിരുന്നല്ലോ. പപ്പനൊന്നും ഇങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല, ഞാൻ എന്റെ നിരപരാധിയാ, അല്ലെങ്കിൽ വാസു കൊടുത്ത മൊഴി അതാ പറഞ്ഞത്. വാസുവിന് നിയമം അറിയാം. വാസു ജുഡീഷ്യൽ പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള ആളാ. ഇതിന്റെ പുറകെ തീർന്നു. തമാശയല്ലേ, തീർന്നു. പിച്ചളത്തടിക്കകത്തൊന്നും എങ്ങനെ അപ്പൊ സ്വർണ്ണം എടുക്കുന്നത്? ഇത് ഉണ്ണിക്കിട്ടം പോറ്റി പോരും. ഇവിടെ എല്ലാ ബാബുവും വരും. അതാണ് ഇതിനകത്ത് മാസ്റ്റർ തയ്യാറാക്കാൻ മൂരിബാബു മാസ്റ്റർ ചെക്ക് ചെയ്യാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാസ്റ്റർ ഇങ്ങനെ തയ്യാറാക്കണമെന്ന് പറയാൻ വാസു. അതാണ് മാസ്റ്ററിന്റെ ഗുണം. കണ്ടോ, രേഖകളില്ല, മിനിറ്റ്സിനകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാത്രമല്ല, ഇപ്പം ഈ SIT കൊണ്ടുവന്ന ഇനി ഇതിനകത്തൊന്ന് പുതിയ കേസ് അന്വേഷിച്ചിട്ട് ഇതിന്റെ ഗൂഢാലോചന, കടൽ കടന്നിട്ടുള്ളത് ദ്വാരപാല ശില്പം അല്ലെങ്കിൽ വാതിൽപ്പടി അവിടുന്ന് അഴിച്ചുകൊണ്ട് പോയതാണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ അതിന്റെ വ്യക്തത വരുത്തി വന്നിട്ടില്ല. വ്യക്തത വരുത്തുന്നുണ്ട്. ഇപ്പൊ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടുന്ന് പലതും പോയിട്ടുണ്ട്. ഈ പപ്പൻ പറയുന്നത് ശരിയാ. ഇതിനകത്ത് 2017 മുമ്പേ പോയിട്ടുണ്ട്. കൊടിമരത്തിന്റെ കയറി പോയിട്ടുണ്ട്. ഇതേപോലെ അവിടെ പല കാര്യങ്ങളും നടന്നേ. അമ്പലത്തിന് വെളിയിൽ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് പല സാധനവും വെളിയിൽ കൊണ്ടുപോയി. അതിന് മുമ്പ് ഈ 18-ാം പടിയുടെ കാര്യം നടന്നു. അതിനും ഇത് ആരും അന്വേഷിച്ചില്ലല്ലോ. അന്നും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഈ സ്പോൺസർമാർ വരുന്നതിനകത്ത് തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനിതൊക്കെ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മേളിൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പം ഞാൻ ശകലം മാറി നിന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മേളിൽ കൊണ്ടുവന്ന് മെയിൽ അയച്ചിട്ട് അവിടുന്ന് ഡയറക്ഷൻ വന്നതനുസരിച്ചാ. അപ്പൊ അവരെ ആരെയും പിടിക്കുന്നില്ലെന്നാ പപ്പൻ പറയുന്നത്. പപ്പൻ പറയുന്നത് തന്ത്രിക്ക് അറിയാമല്ലോ. തന്ത്രിയുടെ മൊഴി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങളെടുത്ത് തന്ന മൊഴി വേണ്ട, ചാനലിൽ കൊടുത്ത മൊഴി പോരെ. ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞിട്ടാ ഒപ്പിട്ട് കൊടുത്തേന്ന്. അപ്പൊ പിന്നെ എന്തോ ഇപ്പൊ തന്ത്രിന്റെ രക്ഷപ്പെട്ടു. ഈ മൊഴിക്കകത്ത് തീരും ഇതല്ല. ഇയാൾ ഈ കൊടുത്ത മൊഴിക്കകത്ത് തീരും. രേഖകളില്ലെങ്കിൽ, രേഖകൾക്കകത്ത് ഇതില്ലെങ്കിൽ എന്നെ എങ്ങനെ ചെയ്യാനൊക്കെ നമ്മളീ പറയുക. എനിക്കറിയാവുന്ന മല്യ വന്ന് കൊടുത്തായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി മല്യ കൊടുത്തോ ഗുല്യ കൊടുത്തോ ഒന്നും കാര്യമില്ല. അവരെ ഇപ്പൊ കാണണമെങ്കിൽ ലണ്ടനിൽ പോകണം, വരാനും പറ്റത്തില്ല. അല്ല, നാം വാസുവിന് അറിയാം. വാസു മോശമല്ല. വാസു വളരെ ഇതുപോലെ വലിയ. അപ്പം വാസു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് വാസു അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വാസു നിഷ്കളങ്കനല്ല തന്നെ. വളരെ വിദഗ്ധമായിട്ട്, വളരെ കൃത്യമായിട്ട്, വളരെ വലിയ പ്ലാനിങ്ങോടുകൂടി ഒരു ദ്വാരപാലക ശില്പവും ഒരു വാതിൽപ്പടിക്കകത്ത് നടന്ന കാര്യങ്ങളല്ല അവിടെ നടന്നേക്കുന്നത്. കടൽ കടന്നിട്ടുണ്ട്, പലതും കടത്തിയിട്ടുണ്ട്, കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ട്. ഈ വ്യവസായി ചൂണ്ടിക്കാണിച്ചതുപോലെ, രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തതുപോലെ വ്യാപകമായിട്ട് ഇപ്പൊ ഒതുക്കിയതുപോലെ ഇവിടം വരെ മതി, പപ്പൻ വരെ മതി, അവിടെ തീർന്നോട്ടെന്ന് വിചാരിക്കുന്ന രീതിയിലേക്കുള്ള അന്വേഷണ സംഘം അല്ലെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിക്കുക. നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെ, കോടതി പറഞ്ഞതുപോലെ കടൽ കടന്നിട്ടുണ്ട്. കോടതിക്ക് ഇതെല്ലാം അറിയാൻ ബോധ്യമുണ്ട്. കോടതിക്ക് തെളിവ് വേണം. കോടതിക്ക് ഇറങ്ങി തെളിവ് ശേഖരിക്കാനൊക്കെ ഒക്കത്തില്ല. കോടതിയെ മേൽനോട്ടത്തിൽ ഒരു സമിതിയെ വെച്ചത് അത് കണ്ടിപ്പോ കോടതിയുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് സാർ ഇതിന് ഒന്നും മിണ്ടാൻ കോൺഗ്രസിനും പറ്റൂല. കാരണം കോൺഗ്രസിന് ഇതിനകത്ത് ആർക്കും മിണ്ടാൻ പറ്റത്തില്ല, BJPക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഇതിനകത്ത് രാജ്യാന്തര സംഘം എന്ന് പറഞ്ഞാൽ ഈ കൊള്ളക്കകത്ത് അങ്ങനെ നിസ്സാരമായിട്ട് നടന്നിട്ടുള്ളതല്ല. ഇതുപോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടമായിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കെല്ലാം പോലീസുമായിട്ട് മറ്റ് സംവിധാനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇത് എങ്കർ ഒതുക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ലീക്കാവും. അപ്പൊ ഇങ്ങനെയല്ലേ രമേശിനെ കിട്ടി. രമേശ് ചെന്നിത്തല ഇത് പിടിച്ചേക്കുന്ന വേറൊരു പല ഉദ്ദേശത്തോടു കൂടി. ഇതിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം പോറ്റിയെ കേറ്റിയെ അതൊക്കെ പാടുമ്പം പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിന്റെ കൂടെ ഇപ്പൊ CPM ഇട്ട് കൊടുക്കുന്ന എന്താ പറയുക, പാട്ട് വിട്ടിട്ട് സോണിയാഗാന്ധിയുടെ കൂടെ അയക്കുന്നതും MP യുടെ കൂടെ അയക്കുന്നതും UDF അഡ്മിന്റെ കൂടെ അയക്കുന്നതും ഫോട്ടോയാ. അപ്പം മനസ്സിലായല്ലോ. അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്ത് ഒന്നും കാര്യങ്ങളും കൈകാര്യം ഒന്നുമില്ല. അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പറയുന്നത് അന്വേഷിക്കണം. ഇനിയും രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം ഏറ്റവും അവസാനം വന്ന് അകത്തോട്ട് വീഴ്ത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ
കടകംപള്ളിയെ വരെ അല്ലെങ്കിൽ വരെ അവർ രണ്ടുപേരും വീണാലും രമേശ് ചെന്നിത്തലയ്ക്ക് അതിനകത്ത് വലിയ ഗുണമൊന്നുമില്ലല്ലോ. അതിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാകാൻ പോകുന്ന ആർക്കാ? സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാലിന്. രമേശ് ചെന്നിത്തല പിക്ചറിൽ പോലും ഇല്ല. അപ്പൊ ഇതിനകത്ത് രമേശ് ചെന്നിത്തല പുറകെ പോകുന്നതിനകത്ത്, ഈ വ്യവസായിയെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ മൊഴി കൊടുത്തതിനകത്ത് ഇത് വിശാലമായിട്ടൊന്ന് അന്വേഷിച്ചാട്ട് അതിനകത്ത് അന്നേരം വരുമ്പം ഒത്തിരിയും പേര് വരും, ഞങ്ങളുടെ കുറെ ആൾക്കാരും വരും. അപ്പം അവിടെ ഇത് വന്നാലും വന്നില്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്കും ഇതിനകത്തുനിന്ന് അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിച്ചോട്ട്. അപ്പൊ അന്വേഷിച്ച് വരുമ്പം എൻ്റെ അടുത്തോട്ട് വരും. ഞാൻ കുറച്ച് പിടിച്ചു വെച്ചിട്ടായിരിക്കും കൊടുത്തത്, മൊത്തം തെളിവ് സൊസൈറ്റി കൊടുത്ത് കാണത്തില്ലല്ലോ. അപ്പം രക്ഷിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന്, അയാൾ രാഷ്ട്രീയക്കാരനാണല്ലോ, മൊത്തം കൊടുത്ത് കാണത്തില്ല. അപ്പം രമേശ് ചെന്നിത്തല ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിനകത്ത് വളരെ വലിയ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കോടതി ചോദിച്ചതുപോലെ കടൽ കടന്നിട്ടുണ്ട് സാധനം. അല്ലെങ്കിൽ ഈ പറയുന്ന മൊഴിക്കകത്ത്, അതായത് ഒന്നും സംഭവിക്കാനില്ല, എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വളരെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അതാണ് വാസു പറഞ്ഞത്. എന്തിയാ സ്വർണ്ണം? ആര് പറഞ്ഞ സ്വർണ്ണമെന്ന്? എവിടെ റെക്കോർഡ്? സ്വർണ്ണമൊന്നുമല്ല, പിച്ചളയാ. വാസുവൊക്കെ ഈസിയായി.